എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയായ ഒരു ഇഡ്ഡലിയുടെ വീഡിയോയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇഡ്ഡലിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് റാഗി, 1 ഗ്ലാസ് നവരയരി, 1 ഗ്ലാസ് മില്ലറ്റ്. ഇതിലേക്ക് ഒരു ചെറിയ അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് ഉലുവ. ഇനി ഇത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒരു 3-4 വെള്ളം നല്ലപോലെ കഴുകിയെടുക്കുക. ഒരു 4 വെള്ളമെങ്കിലും നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു 3 മുതൽ 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക. ഇപ്പോൾ ചെറുപയർ ഈ ഒരു 1/2 ഗ്ലാസ് തികച്ചില്ല, ഈ ഒരളവിനാണ് എടുത്തിട്ടുള്ളത്. ഉലുവയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ധാന്യങ്ങൾ എപ്പോഴും നമ്മൾ കുതിർക്കാൻ വയ്ക്കുമ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക. അപ്പോഴേ അതിൻ്റെ ഔഷധ ഗുണം കിട്ടുകയുള്ളൂ. ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നും ചേർത്തത് അരയ്ക്കുമ്പോൾ റാഗി നല്ല പോലെ അരയാത്തതുപോലെ കാണും. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്ന് സെപ്പറേറ്റ് ആക്കിയത്. ഉഴുന്ന് അരയുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാകും. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഉഴുന്നപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ അരച്ചാൽ മതിയാകും. അരിയും റാഗിയും എല്ലാം കൂടി അരച്ചത് ഈ ഒരു കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ മാവ് ഇനിയും ഉഴുന്നിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല നൈസായിട്ട് അരച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള അരിയും കൂടി ഇതിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. അതിനോടൊപ്പം ലാസ്റ്റ് അരയ്ക്കുമ്പോൾ 2 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 4-5 പീസ് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് അതിനോടൊപ്പം ഒന്ന് അരച്ച് ചേർക്കാം. അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയെടുക്കുക. എത്രത്തോളം പതഞ്ഞ് വരും അത്രത്തേക്കും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ഇനി ഒരു 8 മണിക്കൂർ പുളിക്കാൻ വയ്ക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് നല്ലവണ്ണം ചേർത്തിട്ടുണ്ട്. ഇനിയും ഇഡ്ഡലി തട്ടിൽ ഒരു നൈസ് തുണി കഴുകിയെടുത്തത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി കോരി വയ്ക്കുക. എങ്കിലേ ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ എല്ലാം ഇപ്പോൾ 3 തട്ടുണ്ട്. 3 തട്ടിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ ആവി പുറത്ത് വന്നതിന് ശേഷം സ്റ്റൗ സിമ്മിലാക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെന്തിട്ടുണ്ടാകും. ഇനി സാമ്പാറിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് പരിപ്പെടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് 2-3 വെള്ളം കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ കുക്കറിൽ നിറച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ 1/2 ഗ്ലാസ് പരിപ്പ് മതിയാകും. പരിപ്പ് കൂടിയാലും കുറഞ്ഞാലും സാമ്പാർ നന്നാവില്ല. 1 കഷ്ണം പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇത്രയും പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത്. 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, 1 സവാള, 1 കഷ്ണം വെള്ളരിക്ക, 1 കഷ്ണം മത്തങ്ങ, 2 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നന്നായി കഴുകി
ക്ലീനാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെ നല്ലപോലെ തിളയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ പുളി എടുത്ത് വെച്ചതും കൂടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം. അത്രയും ഒഴിക്കുന്നില്ല, പകുതിയേ ഒഴിക്കുന്നുള്ളൂ. ലാസ്റ്റ് പുളി കുറവാണെങ്കിൽ മാത്രം ബാക്കി ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി കഷ്ണങ്ങൾ എങ്ങനെ കിടന്ന് വെന്താൽ മതിയാകും. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല. ഇതെല്ലാം പെട്ടെന്ന് വേകുന്ന കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടന്ന് വെന്തോളും. ഇഡ്ഡലി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തോന്ന് നോക്കാം. ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ അറിയാം അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വിട്ടതിന് ശേഷം ഈ തുണിയിലെടുത്ത് ഒന്ന് മറിച്ചിട്ടാൽ മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. എളുപ്പത്തിൽ എടുക്കാനും ചൂടോടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി മതിയാകും ഇത്രയും സാമ്പാറിന്. അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നല്ലപോലെ മൂക്കണം. ആ മല്ലിയുടെ മണം മാറി കിട്ടണം. നല്ലപോലെ മൂത്ത മണം വന്നതിന് ശേഷം 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. നേരത്തെ 1/2 സ്പൂണ് മുളക് പൊടി കഷ്ണത്തിൽ ചേർത്തിട്ടുണ്ടാവുന്നു. അത് കഷ്ണത്തിൽ പിടിച്ച് കഷ്ണങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ മല്ലിപ്പൊടിയോടൊപ്പം 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ വെന്ത് കിടക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ചൊന്ന് കുറുകണം. ഒന്ന് തിളച്ച് കുറുകുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. ഇത് വാങ്ങി വെച്ചാലും ഒന്നും കൂടി ഇരുന്ന് തണുത്ത് കുറുകി കിട്ടും. നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി തന്നെയാണിത്. ഇപ്പോൾ ഇഡ്ഡലി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഒരു കാസറോളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ തുണിയോടെ തന്നെ പിടിച്ച് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. എല്ലാം ഇതുപോലെ ഒന്ന് മാറ്റാം. എങ്ങനെയാകുമ്പോൾ ചൂടോടെ തന്നെ ഇഡ്ഡലി കഴിക്കാനും പറ്റും. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണത്. ഇപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഇനി സാമ്പാറിന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കടുക്, ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് ശർക്കര പാനിയും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം വളരെ ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.